ഇത് പറപ്പിക്കാൻ പറ്റില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളെ കൊണ്ട് ഞാൻ പറപ്പിക്കും. അത് എൻ്റെ ഉറപ്പ്. ഹലോ, എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഫൈറ്റർ ജെറ്റിന് ക്വാളിറ്റി ഉണ്ടോ? ക്വാളിറ്റി ഉണ്ട്, നല്ല ഫ്ലെക്സിബിളാണ്, അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പറപ്പിക്കുന്നത്, ഇത് കയ്യിൽ കിട്ടുന്നവർ വാങ്ങിക്കുന്നവരാണെങ്കിൽ പോലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. ഇതിൽ 3 AAA ബാറ്ററിയാണ് ഇടേണ്ടത്. ഇതിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുക. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ അഴിച്ച് മാറ്റി കഴിഞ്ഞിട്ട്, ഈ സ്ക്രൂ ആവശ്യമില്ല, കുഴപ്പമില്ല, ഇതിന് ഓൾറെഡി ലോക്ക് ഉണ്ട്, അതുകൊണ്ട് ഈ സ്ക്രൂ ആവശ്യമില്ല. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തുറക്കാം. ഇതിനുള്ളിലാണ് ബാറ്ററി ഇരിക്കുന്നത്. എന്താ, ഇതിങ്ങനെ വെച്ചിട്ട് സ്ലൈഡ് ചെയ്ത് അടക്കാം. അതിനുശേഷം ഇത് ഓൺ ചെയ്തിട്ട്, ഓൺ ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആവും. ഇവിടെ താഴെ വെക്കുക. താഴെ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ റിമോട്ടിലെ ബട്ടൺ, ലെഫ്റ്റ് ഹാൻഡിലെ ബട്ടൺ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ആക്കുക. ഇത് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ അതുമായിട്ട് കണക്റ്റായി അതിൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണത് നിന്നു. അത് കഴിഞ്ഞ് അതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ലീഫ് കറങ്ങി തുടങ്ങി. ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന കാരണം കാണാൻ പറ്റില്ല. ഇനി ഒരു പ്രാവശ്യം കൂടി ഇതങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഉയർന്നു പൊങ്ങും. എന്താ, സാധനം എന്താ ഇത്രയും സ്റ്റേബിളായിട്ട് സാധനം നിൽക്കും ഇവിടെ. നമുക്കിതിങ്ങനെ അതെ വേണ്ട, എൻ്റെ കയ്യിലേക്ക് ഇറക്കാം. ഇനി നമുക്ക് റിമോട്ട് ഇല്ലാതെ തന്നെ ഇത് വർക്ക് ചെയ്ത് കാണിച്ചു തരാൻ. ഇതേണ്ട, റിമോട്ടൊക്കെ ഞാൻ അവിടെ വെച്ചു. അതായത് വേണ്ട, ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കും. അതാണ് നമ്മുടെ ഫൈറ്റർ ജെറ്റിൻ്റെ ഗുണം. നമുക്ക് കയ്യിലേക്ക് ഇറക്കാനായിട്ട്, താഴത്തേക്ക് ഇറക്കാനായിട്ട് റിമോട്ട് വേണം. അതിനുശേഷം ഇങ്ങനെ പിടിച്ചിട്ട്, ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണെങ്കിൽ ഇതിങ്ങനെ നിൽക്കും. എന്താ, കൈക്ക് ഇടണവരൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഒന്നും ചെയ്യാനല്ലേ, ഇങ്ങനെ നിൽക്കും. എന്താ, അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തു. ഈ സെയിം സാധനമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്.